പ്രാർത്ഥന പുണ്യം തേടി ജനലക്ഷങ്ങൾ ഭക്തജനലക്ഷങ്ങൾ ഇപ്പോൾ ആറ്റുകാൽ എത്തിക്കഴിഞ്ഞു. തിരുവനന്തപുരം നഗരം ആറ്റുകാൽ ഭക്തരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ ഭക്തജനങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയതായിട്ടാണ് വിവരം. തമ്പാനൂരിൽ നിന്ന് സൂര്യഗായത്രി കൂടി തത്സമയം ചേരുകയാണ്. സൂര്യഗായത്രി, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കാര്യം ഭക്തജനലക്ഷങ്ങൾ തിരുവനന്തപുരം നഗരത്തെ ആറ്റുകാലിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായി മാറ്റിക്കഴിഞ്ഞു. കൂടുതൽ വിശദാംശങ്ങൾ. ചൂട് അധികമാണ്, അതുപോലെ തന്നെ പൊങ്കാല ആവേശവും അതിനേക്കാൾ അധികമാണ് എന്നുള്ളതാണ്. സമയം ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും തലസ്ഥാന നഗരി പൂർണ്ണ അർത്ഥത്തിൽ ആ പൊങ്കാല ആവേശത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ പൊങ്കാല കലങ്ങളിലൊക്കെ ഈ ആയിരക്കണക്കിന് വരുന്ന സ്ത്രീജനങ്ങളുടെ ഭക്തിയും സ്നേഹവും കൊണ്ട് നിറയാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ചൂട് അധികമാണോ? എവിടെന്നാ വരുന്നത്? പാരിപ്പള്ളി. എപ്പോ എത്തി? രാവിലെ 5 മണിയായപ്പോ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇന്നലെ രാത്രി വന്നവരുണ്ട്, അതുപോലെ തന്നെ ഇന്ന് കാലത്തെ വന്നവരുണ്ട്. നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ പോലും പലരും ഈ റെയിൽവേ സ്റ്റേഷനകത്തു നിന്നും ബസ് സ്റ്റേഷനകത്തു നിന്നും ഒക്കെ വരുന്നവരുണ്ട്. അതായത് ഭക്തജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ്. പൊങ്കാല ഭണ്ഡാര അടുപ്പിൽ തീ പകരാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കുമ്പോഴും പല ദിക്കുകളിൽ നിന്നായിട്ട് സ്ത്രീജനങ്ങൾ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകി എത്തുകയാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം മുടങ്ങാതെ അവർ നടത്തുന്ന അവരുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് തന്നെ മാറുന്ന ഒരു കാര്യം കൂടിയാണ് ഈ പൊങ്കാല. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ആ കാത്തിരിക്കുന്ന ദിവസം മുടങ്ങാതെ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ സ്ത്രീജനങ്ങൾ. പലരോടും തലസ്ഥാന നഗരിയോട് എന്താണ് ഇത്ര സ്നേഹമെന്ന് ചോദിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് അവർ പറയുന്നത് ആറ്റുകാൽ അമ്മയെ കുടിയിരുത്തിയിരിക്കുന്ന മണ്ണായതുകൊണ്ടാണ് എന്നുള്ള കാര്യം കൂടിയാണ്. ചേച്ചി, തയ്യാറായോ പൊങ്കാല? എന്നാ വരുന്നേ? പന്മന. എപ്പോ എത്തി? രാവിലെ 6 മണിക്ക് എത്തി. ചൂട് അധികമാണോ? അല്ല, കുഴപ്പമില്ല. ഇല്ല, തളരില്ല. ഇല്ല. എല്ലാ കൊല്ലം മുടങ്ങാറ് എത്താറുണ്ടോ? ഇല്ല മോളെ, ഇപ്പൊ ഇന്ന് വന്ന് കഴിഞ്ഞ കൊല്ലം വന്നില്ല, അതിന്റെ അങ്ങേ കൊല്ലം വന്ന്. ചൂട് അധികമാണോ അമ്മ? വലിയ കുഴപ്പമില്ല, ഇപ്പൊ കുഴപ്പമില്ല. തളരില്ല? ഇല്ല, അമ്മയുടെ അനുഗ്രഹം കൊണ്ടൊന്നും വരത്തില്ല. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. ഇത് പൊങ്കാല തിളച്ച് കഴിഞ്ഞിട്ട്, പൊങ്കാലിട്ട് കഴിഞ്ഞിട്ട് കഴിക്കും. ഇവിടെ നമുക്ക് നല്ല പ്രായമായ അമ്മമാരെയൊക്കെ കാണാൻ സാധിക്കും. അവരുടെ ആ വാർദ്ധക്യം തളർത്തുന്നില്ല എന്നുള്ളതാണ്. അമ്മയ്ക്ക് പൊങ്കാല ഇട്ട് വന്ന് മടങ്ങാനുള്ള എല്ലാ ആവേശവും ആരോഗ്യം അവർക്ക് നൽകുന്നുണ്ട്. അമ്മ, എത്രാമത്തെ പൊങ്കാലയാ? രണ്ടാമത്തെ ആണോ? എവിടെ? നാടെവിടെയാ? കോഴിക്കോട്. ഇപ്പൊ എത്തി? സൂര്യഗായത്രിയാണ് നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.